Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്നാൽ വളരെ ചെറിയ ഒരു വിഭാഗത്തിന് പ്രധാനമല്ലാത്ത ഒരു കാര്യം കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിരുന്നു 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചു വന്ന് ടൈം മാനേജ്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസ് എങ്ങനെയാണ് അനലൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു. അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് പഠിച്ചിരുന്നു. ക്ലിയർ? നമ്മൾ പറഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് പഠിക്കുന്നത് പഠിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ്സിലാണ് പഠിച്ചത് സിലബസ് എങ്ങനെ പഠിക്കണം പറഞ്ഞു. മൂന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ടൈം മാനേജ്മെന്റ് എങ്ങനെ. അപ്പോൾ നമുക്ക് പൊതുവെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടുന്ന കുറച്ച് മെത്തഡോളജികളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ 3 ക്ലാസ്സുകളാണ് നമ്മൾ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പൈൻ സ്റ്റഡിയാണ്. എന്താണ് കമ്പൈൻ സ്റ്റഡി? കമ്പൈൻ സ്റ്റഡി കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, എത്രത്തോളം കുട്ടികൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കമ്പൈൻ സ്റ്റഡിയെ കുറിച്ചൊരു ക്ലാസ്സാണ് എടുക്കുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇന്നത്തെ 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. മിക്കവാറും ഈ കോമ്പറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളിൽ ഒരു 80% കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. മിക്കവാറും നമ്മൾ ജോലി കിട്ടി പോയ കുട്ടികളോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക. PSC ആവട്ടെ, SSC ആവട്ടെ, UPSC ആവട്ടെ, എസ്പെഷ്യലി UPSC ഒക്കെ ഡിസ്കഷനൊക്കെ വളരെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ജോലി കിട്ടിയ കുട്ടികളോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100-ൽ ഒരു 80% കുട്ടികളും പറയും ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ഈ കമ്പൈൻ സ്റ്റഡിക്ക് അത്ര വലിയൊരു പ്രാധാന്യം ഏതിനുണ്ട്? നമ്മൾ ഈ പറയുന്ന കോമ്പറ്റീവ് എക്സാമിനേഷൻ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ അതിൻ്റെ ആ പഠനത്തിൻ്റെ രീതി, ആ സ്റ്റഡി സ്ട്രാറ്റജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? കമ്പൈൻ സ്റ്റഡി എന്നത്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പ്രധാനമായിട്ടും കമ്പൈൻ സ്റ്റഡിയോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഒന്ന് ഷെയറിംഗ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഷെയറിംഗ് ഓഫ് നോളജ്, അറിവ് പരസ്പരം പകരം. അപ്പോൾ നമ്മൾ 4 അല്ലെങ്കിൽ 5 കുട്ടികളിരുന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ 2 കുട്ടികളിരുന്ന് പഠിക്കുന്നു, 2, 3, 4 കുട്ടികളായിട്ട് കമ്പൈൻ സ്റ്റഡി, നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്തിരിക്കുക. ഈ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഷെയറിംഗ് ഓഫ് നോളജ് ആണ്. ഈ ഷെയറിംഗ് ഓഫ് നോളജ്, അറിവ് പരസ്പരം നമുക്ക് ഷെയർ ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മളെ ഗ്രേറ്റ് ആയിട്ടുള്ള മഹാനായിട്ടുള്ള ജോർജ് ബെർണാഷ, അദ്ദേഹത്തിന്റെ കോട്ട് പറയാതെ പോകാൻ പറ്റില്ല. മിക്കവാറും എല്ലാ ക്ലാസ്സുകളും സെമിനാറുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ പറയുന്ന ഒരു കോട്ടാണ്. അത് ഇവിടെ പറയാതെ ഇരിക്കാൻ പറ്റില്ല. ജോർജ് ബെർണാഷ വളരെ രസകരമായിട്ട് കോട്ട് പറയുന്നുണ്ട്. One have an apple, another have an apple. They exchange each other, then they still with only one apple. One have an idea, another have an idea. They exchange each other, then still with 2 ideas. Clear? One have an apple, another have an apple. They exchange each other, then they still with only one apple. One have an idea, another have an idea. They exchange each other, then still with 2 ideas. ക്ലിയർ? ഒരാളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. 2 കൂട്ടരും ഈ ആപ്പിൾ പരസ്പരം കൈമാറി. 2ആളുടെ കയ്യിലും ഒരേ ആപ്പിളേ ഉള്ളൂ. ഒരാളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. 2 കൂട്ടരും പരസ്പരം കൈമാറുന്നു. 2ആളുടെ കയ്യിൽ ഒരേ ആപ്പിളേ ഉള്ളൂ. ബട്ട് ഒരാളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഈ ഐഡിയ പരസ്പരം ഇവർ കൈമാറി. ഇപ്പോൾ 2ആളുടെ കയ്യിൽ എത്ര ഐഡിയ ഉണ്ട്? 2 ideas. ഇതാണ് ഈ ഷെയറിംഗ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ജോർജ് ബെർണാഷ വളരെ പ്രധാനപ്പെട്ട കോട്ടാണിത്. ഇത് തന്നെയാണ് നമുക്ക് ഈ ഗ്രൂപ്പ് സ്റ്റഡിയിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം, അറിവുകൾ ഷെയർ ചെയ്യാം. ഇപ്പം എനിക്കറിയാത്ത കാര്യം മറ്റൊരാൾ പറഞ്ഞു തരുന്നു, മറ്റൊരാൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഗ്രൂപ്പ് സ്റ്റഡി കമ്പൈൻ സ്റ്റഡി എപ്പോഴും സ്ട്രീം ഓഫ് സബ്ജക്റ്റുകൾ, പല സബ്ജക്റ്റുകൾ പഠിച്ചു വന്നിരിക്കുന്ന കുട്ടികൾ. ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചിരിക്കുന്ന കുട്ടിയായിരിക്കും, മറ്റൊരു കുട്ടി ചിലപ്പോൾ സയൻസ് ആയിരിക്കും, മറ്റൊരു കുട്ടി ചിലപ്പോൾ കൊമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വ്യത്യസ്ത സ്ട്രീംസ് ഓഫ് സബ്ജക്റ്റുകളിൽ പഠിക്കുന്ന കുട്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ പരസ്പരം നമുക്ക് അറിവുകൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഷെയറിംഗ് ഓഫ് നോളജ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് കമ്പയർ ചെയ്യാനുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഷെയറിംഗ് ഓഫ് ടിപ്സ് ആണ്. ഷെയറിംഗ് ഓഫ് ടിപ്സ്, കോഡ് ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവം. നമുക്ക് അറിവുകൾ ഷെയർ ചെയ്യുന്ന നമുക്ക് ചില ടിപ്സുകൾ, പഠിക്കുന്ന ചില ടിപ്സുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കോഡുകൾ, ചില മെത്തഡോളജികൾ, രീതിശാസ്ത്രം, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ഈ കമ്പൈൻ സ്റ്റഡി ഷെയർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചിരിക്കുന്ന കുട്ടി, അതിനോടൊപ്പം തന്നെ ഒരു സയൻസ് പഠിച്ച കുട്ടി, കൊമേഴ്സ് പഠിച്ച കുട്ടി, ഇവരൊക്കെ കൂടി കമ്പൈൻ സ്റ്റഡിയാണ്. ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്ക് ഈ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ, ഡേറ്റുകൾ, ഇതൊക്കെ പഠിക്കാൻ ചിലപ്പോൾ ഒരു കോഡ് ഉണ്ടാക്കിയിരിക്കുക, അല്ലെങ്കിൽ അത് പഠിക്കാൻ ഒരു രീതി. ഫോർ എക്സാമ്പിൾ, മിക്കവാറും കുട്ടികൾക്ക് അറിയാം, വർഷങ്ങളൊക്കെ പഠിക്കാൻ ഒരു സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കാൻ, വർഷങ്ങൾ പഠിക്കാൻ എളുപ്പ മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ ഒരു രീതി ഉണ്ട്, വർഷങ്ങൾ പഠിക്കാൻ എളുപ്പ മാർഗ്ഗമുണ്ട്. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കുട്ടികൾ അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ വർഷങ്ങൾ പഠിക്കാം. അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരു കുട്ടി, അതേസമയം ഈ സയൻസിൽ പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ ചില കോഡുകൾ ഉപയോഗിക്കാം. ചില കുട്ടികൾ പഠിക്കാൻ ചില കോഡുകൾ ഉപയോഗിക്കാറുണ്ട്. കോഡുകളുടെ പഠിക്കുന്ന രീതി എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ കോഡുകൾ, പഠിക്കുന്ന രീതികൾ,
അതിനൊരു മെത്തഡോളജി, പഠിക്കാൻ ചിലപ്പോൾ മെമ്മറൈസ് ചെയ്യാൻ ചില മാർഗ്ഗങ്ങൾ, ഇങ്ങനെ പല പല ഐഡിയാസുകൾ ഉണ്ടാവും. ഷെയറിംഗ് ഓഫ് ഐഡിയാസ്, പല രീതിയിലുള്ള ഐഡിയാസ്, പഠിക്കാനുള്ള ചില ടെക്നിക്കുകൾ, ട്രിക്കുകൾ, ഐഡിയാസുകൾ, കോഡുകൾ, ഇതൊക്കെ പരസ്പരം നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യാമെന്ന് മാത്രമല്ല, ഷെയറിംഗ് ഓഫ് ഐഡിയാസ്, ടിപ്സ്, കോഡ് ആൻഡ് മെത്തഡോളജി, പഠിക്കുന്ന രീതികളും അതുപോലെ കോഡുകളും ടെക്നിക്കുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ഷെയർ ചെയ്യാം. ഈ കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ തേർഡ് വൺ, ഷെയറിംഗ് ഓഫ് സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ്, പഠിക്കുന്നതിനുള്ള ചില പ്ലാനിങ്ങൾ, ചില സ്ട്രാറ്റജികൾ, ഇതുകൂടി നമുക്ക് ഇടുന്നു കിട്ടും ഈ കമ്പൈൻഡ് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ചിലപ്പോൾ പല കുട്ടികളും ഫ്രഷേഴ്സ് ആയിരിക്കും, ആദ്യമായിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾ, കോച്ചിങ് സെന്റർ ആദ്യമായിട്ട് കാണുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ട്രാറ്റജികളോ പ്ലാനിംഗ് ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു പ്ലാനിങ്ങോ സ്ട്രാറ്റജി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു അധ്യാപകരും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഈ ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ കമ്പൈൻഡ് സ്റ്റഡിയിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പഠിക്കാനുള്ള ചില സ്ട്രാറ്റജികൾ, ചില പഠിക്കാൻ ചില രീതികൾ, ചില തന്ത്രങ്ങൾ, ചില ഐഡിയാസുകൾ, അതുപോലെ ചില പ്ലാനിങ്ങൾ, പഠിക്കാൻ ചില പ്ലാനിങ്. ചില കുട്ടികളൊക്കെ വെൽ പ്ലാനഡ് ആയിരിക്കും പഠിക്കുക. ഓരോ ദിവസം ടൈം ടേബിൾ വെച്ച് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു വീക്കിന് ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ 2 ദിവസം ഒരു സബ്ജക്റ്റ്, അടുത്ത 2 ദിവസം ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കുന്നു, ഈവനിങ്ങിൽ മാത്രം പഠിക്കുന്നു. അങ്ങനെ ചില പഠിക്കാനുള്ള ചില പ്ലാനിങ്ങുകളുണ്ട്. ഇങ്ങനെയുള്ള പ്ലാനിങ്ങുകളും അതോടൊപ്പം ചില തന്ത്രങ്ങളും സ്ട്രാറ്റജികളൊക്കെ എവിടെ നിന്ന് കിട്ടും, നമുക്ക് കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഷെയറിംഗ് ഓഫ് നോളജ് ഉണ്ട്, ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഉണ്ട്, ടിപ്സ് ഉണ്ട്, കോഡ്സ് ഉണ്ട്, മെത്തഡോളജി അറിയാൻ പറഞ്ഞു, ആൻഡ് ഷെയറിംഗ് ഓഫ് പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി. ഈ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ചില സ്ട്രാറ്റജികളും പ്ലാനിങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ പറഞ്ഞ ഈ കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് കിട്ടുമെന്നാണ് ഒരു പ്രത്യേകത. ഇനി മറ്റൊരു പ്രത്യേകത, വളരെ രസകരമായിട്ടുള്ള ഒരു കമ്പൈൻഡ് സ്റ്റഡി മറ്റൊരു പ്രത്യേകത, അവോയ്ഡൻസ് ഓഫ് ലാസ്നെസ് ആൻഡ് ബോറിംഗ്. നമുക്ക് പഠിക്കുമ്പോൾ, ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരസത, ലാസ്നെസ്, മടി, ബോറിംഗ്, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാം, കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് മാറ്റാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോക്കി വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ പഠിക്കും, അപ്പോഴേക്കും നമുക്ക് ബോറടിക്കും. ചില സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ബോറടിക്കും. ആ ബോറടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം, ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. പുറത്തിറങ്ങുന്നു, കൂട്ടുകാരുമായി കാണുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി കണ്ടുപോയി കുറച്ച് നേരം അവരായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ചിലപ്പോൾ 2 മണിക്കൂർ കഴിയും. അപ്പോൾ 1 മണിക്കൂർ പഠനം 2 മണിക്കൂർ റിലാക്സേഷൻ ആയിട്ട് മാറും. അങ്ങനെ മാറാൻ ചിലപ്പോൾ കിട്ടുക. അപ്പോൾ പഠിക്കുമ്പോൾ ചില ബോറടി ഉണ്ടാവും, ലാസ്നെസ് വരാം. അതാണ് ഇപ്പോൾ ഉറക്കം വരിക. ബുക്ക് നോക്കുമ്പോൾ, അപ്പോൾ നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ബുക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഉറക്കം വരൽ തുടങ്ങും, അല്ലെ? ബുക്ക് കാണുമ്പോഴേക്കും ഉറക്കം വരും. അപ്പോൾ ആ ഉറക്കം വരിക, ഇങ്ങനെയുള്ള സംഭവം. ദെൻ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഏകാഗ്രത ഇല്ലായ്മ. പഠിക്കുമ്പോൾ ചിലപ്പോൾ ബുക്കൊക്കെ എടുത്ത് നമ്മൾ നോക്കും, കുറേ നേരം വായിക്കുമ്പോൾ കുറേ പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈൻ വിട്ട് പോലും നമ്മൾ ആ ബുക്കിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല. ആ ബുക്കിൽ നോക്കിയിരിക്കുന്നില്ല, നമ്മുടെ മൈൻഡ് ഇങ്ങോട്ട് ഓടിയില്ല. അപ്പോൾ ഏകാഗ്രത ഇല്ലായ്മ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും, കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് മാറി കിട്ടും. കമ്പൈൻഡ് സ്റ്റഡിയിൽ നടക്കില്ല. കമ്പൈൻഡ് സ്റ്റഡി ഇപ്പോൾ നമ്മൾ 4 കുട്ടികളെ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഒരാൾക്ക് ബോറടിക്കില്ല, കാരണം പരസ്പരം നമ്മൾ സംസാരിച്ചാണ് പഠിക്കുന്നത്. ഇനി ബോറടിച്ച് കഴിഞ്ഞാൽ ഒരാൾ ജസ്റ്റ് ഒന്ന് ഒരു ബ്രേക്ക്, 5 മിനിറ്റ് ബ്രേക്ക്, അതാണ് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ ഉടനടി വിളിക്കാം നമ്മൾ, വായോ തിരിച്ചു വായോ, വേഗമായോ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ടൈം നമുക്ക് അവിടെ ലാപ്സായി പോകുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ 1 മണിക്കൂർ പഠിച്ചൊന്ന് റിലാക്സിന് പുറത്തായ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ 1 മണിക്കൂർ പഠനം 2 മണിക്കൂർ റിലാക്സ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എവിടെ നിന്ന് മാറിപ്പെടും, ഈ കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് മാറി കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മടി, പഠിക്കാനുള്ള മടി, ലാസ്നെസ്, മടി, അതോടൊപ്പം തന്നെ ഉറക്കം വരിക, ബോറടിക്കുക, ഏകാഗ്രത ഇല്ലായ്മ വരിക, ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് മാറി കിട്ടും, ഈ കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് മാറി കിട്ടും. അപ്പോൾ മറക്കണ്ട, അവോയ്ഡൻസ് ഓഫ് ഏതാണ്, ബോറിംഗ്, ലാസ്നെസ് ആൻഡ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് മാറി കിട്ടും, ഈ കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് മാറി കിട്ടും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പഠിക്കാനുള്ളൊരു കോമ്പറ്റീഷൻ മൈൻഡ് കിട്ടും. എന്താണ് കോമ്പറ്റീഷൻ മൈൻഡ്? നമ്മൾ കമ്പൈൻഡ് സ്റ്റഡി ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒരു കോമ്പറ്റീഷൻ മൈൻഡ് കിട്ടിയേ പറ്റൂ. കാരണം നമ്മളൊരു കോമ്പറ്റീഷൻ വേൾഡിലാണ്, കോമ്പറ്റീഷൻ എക്സാമിനേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ മൈൻഡ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ മൈൻഡ് എല്ലാവർക്കും വേണം. ഈ പഠിക്കാനുള്ള കോമ്പറ്റീഷൻ മൈൻഡ് നമുക്ക് ഇവിടെ കിട്ടും, ഗ്രൂപ്പ് സ്റ്റഡിയിൽ നിന്ന് കിട്ടും, കമ്പൈൻഡ് സ്റ്റഡിയിൽ നിന്ന് കിട്ടും. കാരണം 4-5 ആളുകൾ നമ്മൾ കമ്പൈൻഡ് സ്റ്റഡിയിൽ വെച്ച് നിന്ന് പഠിക്കുന്നു, ഒരു എക്സാം നടക്കുന്നു, അതിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ 1-2 കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും, നമുക്ക് മാർക്ക് കുറയുന്നു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ജലസി അവിടെ വരും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചല്ലേ, ഒരുമിച്ച് ഒരു ബെഞ്ചിൽ നിന്ന് എപ്പോഴും ഒരുമിച്ച് കമ്പയർ ചെയ്യാം. അവന് മാർക്ക് കൂടി അല്ലെങ്കിൽ അവൾക്ക് മാർക്ക് കൂടി, എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ജലസി, നെഗറ്റീവ് ജലസി പാടില്ല. ജലസി നമുക്ക് വേണം, അസൂയ വേണം. അതായത് പോസിറ്റീവ് ജലസി ആയിരിക്കണം കേട്ടോ. ജലസി നമുക്ക് വേണം, അസൂയ വേണം, അത് പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ജലസി പാടില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് കൂടി, അപ്പൊ അവരോട് ഇനി പഠിക്കില്ല, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ലടാ, ഇതൊന്നും പഠിക്കണ്ട, ഇതൊന്നും ചോദിക്കില്ല,
അല്ലെങ്കിൽ പഠിച്ചിട്ടും പരീക്ഷ എളുപ്പം നല്ല കിട്ടുക, അങ്ങനെ പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുക, എന്നിട്ട് അപ്പുറത്ത് പോയി നമ്മൾ പഠിക്കുക. അതാണ് നെഗറ്റീവ് ജലസി. അത് വേണ്ട, അത് നമ്മുടെ മൈൻഡിനെ തന്നെ നശിപ്പിക്കും, നമ്മുടെ മൈൻഡിനെ തന്നെ നശിപ്പിക്കും. അത് നെഗറ്റീവ് ജലസിയാണ്. നമുക്കൊന്ന് പോസിറ്റീവ് ജലസിയാണ്. അവന് പ്രാവശ്യം മാർക്ക് കൂടുതൽ കിട്ടി എങ്കിൽ അടുത്ത വർഷം അവനേക്കാൾ കൂടുതൽ മാർക്ക് ഞാനാകും, അവനേക്കാൾ മുന്നിലേ എത്തും എന്ന ആ ഒരു പോസിറ്റീവ് ജലസി. ദറ്റ് ഈസ് എ കോമ്പറ്റീഷൻ മൈൻഡ്. ആ കോമ്പറ്റീഷൻ മൈൻഡ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ആ കോമ്പറ്റീഷൻ മൈൻഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും, കമ്പസ് സ്റ്റഡി കിട്ടും. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നു, അതിൽ രണ്ടാൾക്ക് മാത്രം മാർക്ക് കൂടുന്നു, എനിക്ക് മാർക്ക് കുറയുന്നു. ഇപ്പൊ എനിക്ക് അവനേക്കാൾ കൂടുതൽ മുന്നിലേക്ക് എത്തണമെന്നൊരു ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും, ഈ പറഞ്ഞ കമ്പൈൻ സ്റ്റഡിയിൽ നിന്ന് കിട്ടും. അപ്പൊ കോമ്പറ്റീഷൻ മൈൻഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പൊ ഷെയറിംഗ് ഓഫ് നോളജ് ഉണ്ട്, ഷെയറിംഗ് ഓഫ് ടിപ്സ് ഉണ്ട്, സ്ട്രാറ്റജി ഉണ്ട്, കോഡ് ഉണ്ട്, ഷെയറിംഗ് ഓഫ് പ്ലാനിങ് ഉണ്ട്, അതൊക്കെ ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം നമുക്ക് ഈ ഉറക്കം വരിക, ബോറടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം, ഏകാഗ്രതയിലാകുമ്പോൾ അതൊക്കെ മാറ്റാം. ദെൻ മെമ്മറൈസിങ്, മെമ്മറി പവർ, ഇൻക്രീസ് ദി മെമ്മറി പവർ. നമ്മുടെ മെമ്മറി പവറിനൊന്ന് കൂടുതൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ കപ്പാസിറ്റി ഒന്ന് വർദ്ധിപ്പിക്കുക. എന്ന് വെച്ചാൽ ഓർമ്മശക്തി അങ്ങനെ കൂടുന്നുള്ളത് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ അത് മൈൻഡിൽ കൂടുതൽ നിൽക്കാൻ സാധ്യത കൂടുതലാണ്. ക്ലിയർ അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല, പക്ഷെ പരസ്പരം പറഞ്ഞ് പഠിക്കുമ്പോൾ, പരസ്പരം പറഞ്ഞ് സംസാരിച്ച് പഠിക്കുമ്പോൾ അത് മൈൻഡിൽ നിൽക്കാൻ സാധ്യത കുറവ്. കാരണം ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ മനസ്സിൽ നിൽക്കാൻ സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു ദിവസം ഇതേപോലെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ടൗണിൽ വെച്ചൊരു കുട്ടിയെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ നേരെ ഓടി വന്നത്. അപ്പോൾ നോക്കുമ്പോൾ എവിടെ നിന്ന് വരുന്നത്? അപ്പോൾ ഇന്ന് എക്സാം ഉണ്ടായിരുന്നു സാർ. എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് എക്സാം? വന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അപ്പോൾ ഓൾറെഡി ഞാനാണ് തിരക്കില്ല, പക്ഷെ എന്നെ വിട്ടില്ല, ആളവിടെ നിർത്തി. സാറേ നിൽക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 2-3 ഡൗട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് അപ്പോൾ എന്തായാലും ആവട്ടെ, അവിടെ നിന്ന് 1 അരമണിക്കൂർ അതൊക്കെ ഞങ്ങൾ വായിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ആൻസർ കിട്ടിയോ ചോദിച്ചു. അപ്പോൾ കിട്ടിയ സാർ അത് ഒരിക്കലും മറക്കില്ല. അപ്പോൾ എന്ത് ചോദിച്ചു, അന്ന് ഈ ചോദ്യം സാർ എന്നോട് ചോദിച്ചിട്ട് സാർ എന്നെ ക്ലാസ്സിൽ കിട്ടാതെ ഇപ്പോൾ കളിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് മൈൻഡിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഡിസ്കഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറൈസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇൻക്രീസിങ് ദി മെമ്മറി പവർ, നമ്മുടെ മെമ്മറി പവർ കൂടാൻ സാധ്യത കൂടുതലാണ്. സോ നമുക്ക് കൂടുതൽ മെമ്മറൈസ് ചെയ്യാനും നമുക്ക് ഏത് കിട്ടും? ഈ പറഞ്ഞ കമ്പൈൻ സ്റ്റഡി കിട്ടും. അപ്പോൾ കമ്പൈൻ സ്റ്റഡി നമുക്ക് മെമ്മറി പവർ കൂടുതൽ കിട്ടും. ദെൻ ഫൈനലി ലാസ്റ്റ് വൺ, ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കമ്പൈൻ സ്റ്റഡി ഫോളോ ചെയ്യാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. യു മസ്റ്റ് ബി സെൽഫ് മോട്ടിവേറ്റഡ്. നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ ആകണം. കാരണം എന്നും നിങ്ങൾ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുമോ? പഠിപ്പിക്കുന്ന സാറുമാർ ഒരു പരിധി വിട്ടവന് മോട്ടിവേറ്റ് ചെയ്യില്ല. 1-2 ക്ലാസ്സുകളൊക്കെ മോട്ടിവേഷൻ തരും, അല്ലെങ്കിൽ അവർ നമുക്ക് ഒരു ഇൻഫ്ലുവൻസ് ആകാം. വീട്ടുകാർ ഒരു പരിധി വിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യില്ല. അയൽക്കാരോ, ബന്ധുക്കളോ, നാട്ടുകാരോ, ഇവരൊന്നും, ഫ്രണ്ട്സോ, ഇവരൊന്നും ഒരു പരിധി വിട്ട് നമ്മൾ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മോട്ടിവേഷൻ നമുക്ക് അറിഞ്ഞു കിട്ടില്ല. അപ്പോൾ പഠിക്കാനുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കമ്പൈൻ സ്റ്റഡി കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പഠിക്കാൻ ഒരു മൂടില്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് തൊട്ടടുത്ത നമ്മുടെ ഒരു ഫ്രണ്ട്സ്, നമ്മുടെ ഈ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ഒരു കുട്ടിയെ ജസ്റ്റ് ഒന്ന് വെറുതെ വിളിക്കണം, വിളിച്ച് ചോദിക്കണം, നീ അവിടെ എന്ത് ചെയ്യുന്നു? ബാബുട്ടി പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ്. അപ്പൊ നീ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നില്ല, പഠിക്കാൻ ബോറടിക്കുക. അന്ന് ശരി, നീ കട്ട് ചെയ്തു, ഞാൻ പഠിക്കണം. നമ്മൾ അടുത്ത കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടിയും ഇതേപോലെ പഠിക്കുന്നു, പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഫോൺ ചെയ്ത് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഈ കുട്ടികളെല്ലാം അവിടെ നിന്ന് വീട്ടിൽ അവരെല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നുമോ തോന്നില്ലയോ? തീർച്ചയായിട്ടും നമുക്ക് തോന്നും. അപ്പൊ സെൽഫ് മോട്ടിവേഷൻ, പഠിക്കാനുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ, യു മസ്റ്റ് ബി സെൽഫ് മോട്ടിവേറ്റഡ്. ഡെഫിനറ്റ്ലി നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആകണം, സെൽഫ് മോട്ടിവേറ്റഡ് ആകണം. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൻസോ, നിങ്ങളുടെ വീട്ടുകാരോ, നിങ്ങളുടെ അയൽക്കാർ തീരെയും പറയേണ്ട, നെയ്ബേഴ്സ് ആൻഡ് റിലേറ്റീവ്സ് അവർ പരിഹസിക്കാൻ മാത്രമേ ഉണ്ടാകൂ. അവർ റിലേറ്റീവ്സ് ആൻഡ് ഇൻക്ലൂഡിങ് ഫാക്കൽറ്റീസും ഇവരും ഒരു പരിധി വിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകണം. അപ്പൊ നിങ്ങൾക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ എന്ന സംഭവം ഏതും കിട്ടും? ഈ കമ്പൈൻ സ്റ്റഡി നിന്ന് കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്പൈൻ സ്റ്റഡി നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ഇനി ഇതിൽ ചെറിയൊരു മൈനോറിറ്റി ഞാൻ പറഞ്ഞു, ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ട്, ഇവരിതിൽ പെടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലിങ്ങനെ ചെറിയൊരു മൈനോറിറ്റി എന്ന വിഭാഗം, അവർക്ക് ഈ കമ്പൈൻ സ്റ്റഡി പൊതുവെ താല്പര്യമില്ലാത്തൊരു ടീമുകളാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു രീതി അങ്ങനെ, എനിക്ക് കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ 2-3 ആളുകൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം പറയാനേ പറ്റില്ല, എനിക്ക് സ്വയം പഠിച്ചുണ്ടാക്കണം. അപ്പോൾ ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ സ്വയം പഠിക്കുക, അവർക്ക് കമ്പൈൻ സ്റ്റഡി പറ്റില്ല, അവർ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചുണ്ടാക്കുന്നത് വെച്ചാൽ അതിലൊരു നല്ലൊരു കൺസിസ്റ്റൻസി ഉള്ള ആളുകളായിരിക്കും, നല്ല ദൃഢനിശ്ചയുള്ള ആളുകളായിരിക്കും, നല്ല ഹൈ മൈൻഡ് പവറുള്ള ആളുകളൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളും അങ്ങനെയുള്ള ഒരു കുറച്ച് വിഭാഗം, അല്ലാതെ ഒരു 20% ആളുകൾ അങ്ങനെയുള്ള ആളുകൾ, ബാക്കി 80% ഈ കമ്പൈൻ സ്റ്റഡി ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കമ്പൈൻ സ്റ്റഡി ഫോളോ ചെയ്യണം. ഇനി ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഈ കമ്പൈൻ സ്റ്റഡി ഫോളോ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൺഡേ ബാച്ച്, ഇപ്പോൾ മിക്കവാറും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന കുട്ടികളെ സൺഡേ ബാച്ച് കൊടുക്കുക. സൺഡേ ബാച്ച് അവർക്കൊന്നും കമ്പൈൻ സ്റ്റഡിക്ക് സാധ്യതയില്ല. കാരണം അവർ കാലത്ത് 10 മണിക്ക് ക്ലാസ് വരും, 4 മണിക്ക് ക്ലാസ്സോ 3:30 ക്ലാസ്സോ നേരെ വീട്ടിൽ വന്നു, പിന്നെ കമ്പൈൻ സ്റ്റഡിക്ക് സാധ്യത കിട്ടുന്നില്ല.
ക്ലിയർ. അതേസമയം റെഗുലർ ബാച്ചിലാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് സമയം കിട്ടുന്നു, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് അല്ലെങ്കിൽ അവിടെ സമയം കിട്ടുന്നു, അല്ലെങ്കിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ കമ്പൈൻ സ്റ്റഡിക്ക് സാധ്യത കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് കമ്പൈൻ സ്റ്റഡിക്ക് സാധ്യത കിട്ടുന്നു. അതേസമയം ഈ സൺഡേ ബാച്ച് കിട്ടുന്നില്ല. അപ്പോൾ അതുപോലെയുള്ള ആളുകളുണ്ട് കമ്പൈൻ സ്റ്റഡിക്ക് സാധ്യത ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സംഭവിച്ചാൽ ഒരു പോസിറ്റീവ് സർക്കിള്, ഒരു പോസിറ്റീവ് മാസ്റ്റർ മൈൻഡ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം അങ്ങനെയുള്ള കുട്ടികളുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയത്, നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാക്കി, ഓൺലൈൻ കോണ്ടാക്ട് ഉണ്ടാക്കിയത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കും, നിങ്ങളെക്കാൾ ഇപ്പോൾ കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ, അവരുമായിട്ട് ഒരു ചങ്ങാത്തം ഉണ്ടാക്കണം. അല്ലാതെ നിങ്ങളെക്കാൾ സ്റ്റാൻഡേർഡ് പഠനത്തിൽ നിങ്ങളെക്കാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ കുട്ടികളായിട്ട് കമ്പയിൻ ചെയ്യരുത്, അവരായിട്ട് ഒരിക്കലും കോണ്ടാക്ട് ഉണ്ടാക്കരുത്. നിങ്ങളെക്കാൾ ഹൈ റേഞ്ചിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ അതേ സ്റ്റാൻഡിൽ അതേ റേഞ്ചിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാക്കുക. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നാതിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണോ ഡെസ്പായിട്ടിരിക്കുന്നത്, ഈ സമയത്ത് അവരെ വിളിക്കുക, അവരെ വിളിച്ച് അവരുമായി സംസാരിക്കുക, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക. ചിലപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ആൾ നമ്മളോട് പറയും, ആ കുട്ടി നമ്മളോട് പറയും, നീ ആ വക കാര്യങ്ങളൊന്നും പറയില്ല, പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെ നന്നായി പഠിക്കുന്ന കുട്ടികൾ, നല്ല റേഞ്ചിൽ പഠിക്കുന്ന കുട്ടികൾ, നല്ല സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, നിങ്ങളുടെ അതേ റേഞ്ചിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയിട്ട് മിക്കവാറും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ അവരെ വിളിക്കുക. ഒരു തവണയെങ്കിലും അവരെ വിളിച്ച് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും അവരുമായി സംസാരിക്കുക. അവരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കമ്പൈൻ സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഐഡിയാസും അവരുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെക്കാൾ റേഞ്ച് കൂടുതലായി, നിങ്ങളെക്കാൾ സ്റ്റാൻഡേർഡ് കൂടുതൽ പഠിക്കുന്ന ആ ഒരു മാസ്റ്റർ മൈൻഡ് സർക്കിൾ, അങ്ങനെ ഒരു സർക്കിൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തുകയാൽ തീർച്ചയായിട്ടും ഈ കമ്പൈൻ സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്ന അതേ ഐഡിയാസ് എവിടെ നിന്ന് കിട്ടും, അവിടെ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ അവരുമായി സംസാരിക്കും, പഠനമായി നമ്മൾ പറയും, ഈ കാര്യം വായിച്ചിട്ട് തീരെ തലയിൽ നിൽക്കുന്നത്, പഠിക്കാൻ എന്താ മാർഗം? ചിലപ്പോൾ ആ കുട്ടി പറഞ്ഞുതരും, അതെ അത് പഠിക്കാൻ ഇങ്ങനെ ഒരു മാർഗ്ഗം, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതി ഇങ്ങനെയാണ്. മനസ്സിലല്ലേ? അപ്പൊ നമ്മൾ ഈ ഫോൺ കോൺടാക്ട് ഉണ്ടാക്കിയിട്ട് ഈ ഫോണിലൂടെ നമ്മൾ എന്നും എല്ലാ ദിവസവും ഒരു തവണയും നമ്മൾ ഇവരുമായി വിളിക്കുക, പഠനവുമായി ബന്ധപ്പെട്ട കാര്യം, ഒന്നില്ലെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്, എപ്പോഴോ ഒരു തവണയെങ്കിലും നമ്മൾ അവരുമായി കോൺടാക്ട് ഉണ്ടാക്കിയത്, പരസ്പരം പഠനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. അതാ ഞാൻ പറഞ്ഞു, നന്നായി പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളുടെ അതേ റേഞ്ചിൽ നിങ്ങളെക്കാൾ റേഞ്ച് കൂടിയ കുട്ടികളാണെങ്കിൽ അവരൊരിക്കും മറ്റ് അലവലാതി കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അവർ മെനക്കെടില്ല. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ പോലും അവർക്ക് അതിന് താല്പര്യം ഉണ്ടായിരിക്കില്ല. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം അവരുമായി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പൈൻ സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്ന അതേ അറ്റ്മോസ്ഫിയറും ഇതേ ഐഡിയാസും നമുക്ക് അവിടെ നിന്ന് കിട്ടും, അങ്ങനെ കിട്ടും. അപ്പൊ ഈ കമ്പൈൻ സ്റ്റഡിക്ക് സാധ്യതയില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഇങ്ങനെ നല്ലൊരു മൈൻഡുള്ള കുട്ടികളുമായി ഒരു കോൺടാക്ട് ഉണ്ടാക്കി അവരുമായി ഡെയിലി നിങ്ങൾ ബന്ധപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ല ഫാക്കൽറ്റീസിനെ അവരുമായും വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കമ്പൈൻ സ്റ്റഡി നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. അതിന്റെ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. ഷെയറിംഗ് ഓഫ് നോളജ്, നമുക്ക് അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യാം, ഷെയറിംഗ് ഓഫ് ടിപ്സ്, കോഡുകൾ, അതോടൊപ്പം മെത്തഡോളജി എന്ന് പറഞ്ഞു, അതോടൊപ്പം ഷെയറിംഗ് ഓഫ് പ്ലാനിങ്, സ്ട്രാറ്റജി എന്ന് പറഞ്ഞു, അതോടൊപ്പം ബോറടി, അലസത, ഏകാഗ്രത ഇല്ലായ്മ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോറടി, അലസതയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതോടൊപ്പം നമ്മുടെ മെമ്മറൈസ് ചെയ്യാനുള്ള പവർ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതോടൊപ്പം കോമ്പറ്റീഷൻ, നല്ലൊരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ സെൽഫ് മോട്ടിവേഷൻ, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ കമ്പൈൻ സ്റ്റഡി കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ഫോളോ ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു കമ്പൈൻ സ്റ്റഡി ഫോളോ ചെയ്യുക, ആ രീതിയിലുള്ള നല്ലൊരു പഠനം കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതെല്ലാവർക്കും ബൈ.